ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആത്മീക സത്യങ്ങളെക്കുറിച്ച് നാം നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ട്. ഒരു ഭക്തൻ്റെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ താൻ നിരന്തരം ചിന്തിക്കേണ്ടതും ഉത്സാഹപ്പെടേണ്ടതുമായ കാര്യമാണ് ഈ സ്വർഗീയ നിക്ഷേപം എന്നുള്ളത്. അത് അനുദിനം നാം ചെയ്യേണ്ടുന്നതുമാണ്. നാം രക്ഷാനുഭവം പ്രാപിച്ച ദിവസം മുതൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയോ അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെടുകയോ ചെയ്യുന്ന ദിവസം വരെയും നാം നമ്മുടെ നിത്യജീവനിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 12:33 ഇപ്രകാരം ഓർപ്പിച്ചു: പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും. ഇവിടെ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ചിലത് ഒരിക്കലും തീർന്നു പോകാത്ത നിക്ഷേപമായി നമ്മുടെ കരത്തിൽ നൽകാമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുക. ഇവിടെ നിക്ഷേപിച്ചാൽ ഒരുപക്ഷെ നാം തന്നെ അനുഭവിക്കും എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഈ മമ്മോനെ കൊണ്ട്, ഈ ധനത്തെ കൊണ്ട് ഒരിക്കലും തീർന്നു പോകാത്ത ഒരു നിക്ഷേപമാക്കി, ഒരിക്കലും പഴകിപ്പോകാത്ത മടിശീലകളിൽ അഥവാ പേഴ്സുകളിൽ നിങ്ങൾക്ക് നൽകും എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. കർത്താവ് ഇത് പറയുന്നത് നമ്മുടെ അടുത്ത അഥവാ വരാനിരിക്കുന്ന ജീവിതത്തിൽ ഉള്ള നമ്മുടെ ലൈഫ് സ്റ്റാറ്റസിനെ സംബന്ധിച്ചാണ്. ദൈവം അനുവദിച്ചാൽ പിന്നത്തേതിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയാകട്ടെ. കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കണം. നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ലൂക്കോസ് 18:22 നിന്നാണ്. അവിടെ നമുക്കൊരു യൗവനക്കാരനെ കാണാൻ കഴിയും. ഈ യൗവനക്കാരൻ മറ്റു സുവിശേഷങ്ങളിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വളരെ ധനികനാണ്. 10 കൽപ്പനകളും ചെറുപ്പം മുതൽ കാക്കുന്നവനാണ്. വളരെ നിഷ്ഠയോടുകൂടി ഒരു ജീവിതം നയിക്കുന്നവനാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ അവൻ സമ്പന്നനാണ്, സാക്ഷ്യമുള്ളവനാണ്. അവൻ കൽപ്പനകളെല്ലാം കാത്തുകൊള്ളുന്ന നല്ല ഒരു പരീശനാണ്. ഈ പരീശൻ എന്നുള്ള പദം കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗമാണ് യഹൂദന്മാരുടെ ഇടയിൽ. പെറേസ് എന്നുള്ള പദത്തിൽ നിന്നാണ് പരീശൻ എന്നുള്ള പദം വരുന്നത്. പെറേസ് എന്ന് പറഞ്ഞ വേർപെട്ടവൻ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ദൈവകൽപ്പനകൾ, ചട്ടങ്ങൾ അനുസരിക്കാൻ തന്നെ ലോകത്തിൽ നിന്ന് വേർപെടുത്തിയവൻ്റെ പേരാണ് പരീശൻ. അപ്പം ഇദ്ദേഹം ചെറുപ്പം മുതൽ 10 കൽപ്പനകളും തനിക്കാവുന്ന വിധം അനുസരിക്കുന്നുണ്ട്. ഒരു കൽപ്പനാലംഘിയല്ല. അദ്ദേഹം മതകാര്യത്തിൽ തീക്ഷ്ണതയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. ഇനിയും മറ്റുള്ളവരെല്ലാം തന്നെ അവരുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് മറ്റുള്ളവരെക്കാൾ കാഴ്ചപ്പാടുള്ളവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ യേശുവിനോട് ചോദിക്കാനുള്ളത്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? കർത്താവ് അവനെ നോക്കി, കർത്താവ് അവനെ സ്നേഹിച്ചു എന്നാണ് ഒരിടത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവിനോട് ഇപ്രകാരം പറയുന്നു, നിനക്കൊരു കുറവുണ്ട്. നീ കൽപ്പനകൾ ലംഘിക്കുന്നില്ല, സകല കൽപ്പനകളും ചെയ്യുന്നുമുണ്ട്.
എന്നാൽ നിനക്കൊരു കുറവുണ്ട്. എന്താണ് നിന്റെ കുറവ്? നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപമില്ലാത്ത ഒരുവൻ അവിടെ ചെന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സാധാരണ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഒരു രാജ്യത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. കാരണം ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങളിൽ ഒരിക്കലും ഭാരപ്പെടുവാനോ അവർക്ക് കുറവ് വരുവാനോ പാടില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യം അവർക്ക് അവിടെ പ്രവേശന അനുമതി കൊടുക്കുമ്പോൾ തീർച്ചയായും ഒരു സർട്ടൻ എമൗണ്ട് അവരുടെ കയ്യിൽ കാണണം. അല്ലെങ്കിൽ അവരുടെ ആ ആപ്ലിക്കേഷൻ, ആ റിക്വസ്റ്റ് അവരത് റിജക്റ്റ് ചെയ്യും. ഈ ക്രൈറ്റീരിയ നിങ്ങൾക്കറിയാവുന്നതാണ്. കർത്താവ് പറയുന്നു ലൂക്കോസ് 18 ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവനോട് നീ നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അവിടെ എഴുതിയിരിക്കുന്നത് ആ യുവാവ് വളരെ ധനികനാകിയാൽ അവൻ ദുഃഖിച്ചുകൊണ്ട് മടങ്ങിപ്പോയെന്ന്. കാരണം അവൻ സമ്പത്തിനെ സ്നേഹിക്കുന്നവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നത് അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു അളവുകോലാണ് സമ്പത്തെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ സമയത്തെ വ്യയം ചെയ്യുന്നത് സമ്പത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം, നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ സിംഹഭാഗവും ഒരുപക്ഷെ നിങ്ങൾ ചിലവഴിക്കുന്നത് ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ കരത്തിൽ കിട്ടുന്ന ഏതാനും ചില കറൻസിക്ക് വേണ്ടിയായിരിക്കാം, സമ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ വിലപ്പെട്ട ജീവിതം മാറ്റിവെച്ചിട്ട്, വിലപ്പെട്ട സമയം മാറ്റിവെച്ചിട്ട് നാം നേടിയെടുക്കുന്നതാണ് നമ്മുടെ സമ്പത്ത്. 10-30 വർഷം സർവീസിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പിരിഞ്ഞു പോരുമ്പോൾ, ഒരു ദീർഘകാല സർവീസിന് ശേഷം അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും നാൾ അദ്ദേഹം അധ്വാനിച്ചതിനൊത്തവണ്ണം ഒരു സർട്ടൻ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടും. പക്ഷെ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ വിലപ്പെട്ട വർഷങ്ങളാണ് അദ്ദേഹം ആ ഔദ്യോഗിക ജീവിതത്തിൽ ചിലവഴിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, വിലപ്പെട്ട സമയത്തെ വ്യയം ചെയ്തിട്ടാണ് നമ്മൾ മമ്മോനെ സമ്പാദിക്കുന്നത്, അഥവാ സമ്പത്തിനെ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടത് ചിലവഴിച്ചിട്ട് നിങ്ങൾ സമ്പത്തിനെ പ്രാപിച്ചാൽ, ധനത്തെ നിങ്ങൾ പ്രാപിച്ചാൽ, ആ ധനം സ്വർഗീയമായതിന് വിനിയോഗിച്ചിട്ട് ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വ്യക്തി നിരാശയോടെ മടങ്ങിപ്പോയി. അവൻ വലിയ സമ്പത്തുള്ളവനായിരുന്നു. അവന് സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ലൂക്കോസ് 12 നമ്മൾ വായിച്ചു, കർത്താവ് നമ്മോട് പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം തരുവാൻ നിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ആ രാജ്യത്തിലെ പ്രജകളാക്കി പിതാവ് നമ്മെ മാറ്റിയിരിക്കുന്നു. പക്ഷേ ആ രാജ്യത്തിൽ നിങ്ങൾ സമ്പന്നരാകണമെങ്കിൽ നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. ഇതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ
നടപടിക്രമം വായിക്കുമ്പോൾ, അഥവാ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ, യഥാർത്ഥ മാനസാന്തരം എന്ന വിശ്വാസികളെക്കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലും അതിൻ്റെ 45-ാം വാക്യത്തിലൊക്കെ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വസിച്ചിരുന്നവരെല്ലാം ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്നെണ്ണി ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ആരും അവരെ നിർബന്ധിച്ചതല്ല, ആരും അവരെ ഉപദേശിച്ചതുമല്ല. അവരുടെ മേൽ വെളിപ്പെട്ട രക്ഷയുടെ സന്തോഷം, അവരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി, അതുനിമിത്തം അവർ ഭൂമിയിലുള്ളതൊന്നും തങ്ങളുടെ സ്വന്തമല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇത് വലിയൊരു വെളിപ്പാടാണ്. തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ഒന്നും തന്നെ നമ്മുടേതായി അനുഭവിപ്പാൻ ദൈവം നമുക്ക് നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ഭൗതിക വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ നമുക്ക് മാത്രമായി അനുഭവിപ്പാൻ ഒന്നും തന്നെ നമ്മുടെ കരത്തിൽ ദൈവം തന്നിട്ടില്ല. മറിച്ച് പങ്കുവെക്കുവാനും കൂട്ടായ്മ കാണിക്കുവാനും ശുശ്രൂഷിക്കുവാനും സഹായം ചെയ്യുവാനും ഒക്കെയാണ് കർത്താവ് നമുക്ക് താലന്തുകളും നന്മകളും സമ്പത്തുമൊക്കെ തന്നിരിക്കുന്നത്. ഇതൊരു ക്രിസ്തീയ ചിന്ത മാത്രമല്ല, ഇത് കർത്താവ് നമുക്ക് ആചരിപ്പാൻ തന്നിരിക്കുന്നൊരു നിയമവുമാണ്. ആദിമസഭ അത് ചെയ്തെങ്കിൽ അത് വീണ്ടും തുടർന്നു പോരേണ്ടതായിരുന്നു. പല ദൈവശാസ്ത്രകാരന്മാരും ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 45 മുതലുള്ള ഭാഗത്തെക്കുറിച്ച് ആത്മനിറവ് വെളിപ്പെട്ട അന്നത്തെ കാലത്തെ വിശ്വാസികൾ പരിജ്ഞാനമില്ലാതെ ചെയ്തു പോയ ഒരബദ്ധമായി ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ ദൈവശാസ്ത്രകാരന്മാർ ദൈവവചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരിൽ വെളിപ്പെട്ട അജ്ഞത കൊണ്ടാണ് അവർ അത്തരം ആശയങ്ങളെ നമ്മുടെ മുമ്പിൽ വിളമ്പിയത്. ആദിമസഭ നമുക്ക് കാട്ടിത്തന്നത് ഒരു അപ്പസ്തോലിക മാതൃകയാണ്. ദൈവത്തിൻ്റെ വിവക്ഷ അനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ, അഥവാ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, അവൻ സ്വർഗീയനാകുകയാണ്. അവൻ സ്വർഗീയ സ്ഥലങ്ങളിൽ ജനിക്കുകയാണ്. ഇനിയും ഭൂമിയിൽ അവൻ്റേതായി അവനൊന്നുമില്ല. ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചപ്പോൾ മുതൽ, സ്വർഗീയ പൗരന്മാരായപ്പോൾ മുതൽ, ഇനിയും ഭൂമിയിൽ നമ്മുടേതെന്ന് പറയുവാൻ നമുക്കൊന്നുമില്ല. മറിച്ച് നമുക്കുള്ളതെല്ലാം എല്ലാവരുടേതുമായി പകുത്തു കൊടുക്കേണ്ടതിന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകൾ മാത്രമാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊരു എക്സ്ട്രീമായ ഒരു ചിന്തയല്ല. ബാലൻസ്ഡ് അല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരാളെ നയിക്കുന്ന ഒരു അമിത ഭക്തിയുടെ ഉപദേശവുമല്ല. ഇത് തികച്ചും യേശു കർത്താവ് നമ്മെ ഓർപ്പിച്ച ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപദേശമാണ്. അപ്പോസ്തലന്മാരത് ചെയ്തു, ആദിമസഭ അത് ചെയ്തു. യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്നവരെ അവരോടത് ഉപദേശിച്ചു. കർത്താവ് സ്നേഹിച്ച ചിലരോട് അവിടുന്ന് അത് ഓർപ്പിച്ചു. സ്വർഗീയ നിക്ഷേപത്തെ ഉണ്ടാക്കിക്കൊള്ളുവാൻ. ഇനി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 34-ാം വാക്യത്തിലും ഇതേ കാര്യമാണ് ഓർപ്പിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആദിമസഭയിൽ ആത്മനിറവ് വെളിപ്പെട്ടപ്പോൾ, രക്ഷയുടെ സന്തോഷവും തികഞ്ഞ മാനസാന്തരവും വെളിപ്പെട്ടപ്പോൾ
അന്ന് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ സമൃദ്ധി കൊണ്ട് ദൈവജനം തങ്ങളെ തന്നെ മറന്നു. അവർ സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ച് ബോധവാന്മാരായി. ഭൂമിയിൽ ഇനി തങ്ങൾക്കൊന്നും ഇല്ലെന്നവർ തിരിച്ചറിഞ്ഞു. അവരുടെ പൗരത്വം ഉയരത്തിൽ ഉറപ്പാക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ അവർ ഭൂമിയിലുള്ളത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുത്തു. അപ്പോൾ യഥാർത്ഥ അബ്രഹാമിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ടായി. എന്താ ഈ അബ്രഹാമിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട്? ഈ അനുഗ്രഹം എന്നുള്ള പദം നാം പലവരും ചിന്തിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ലോകപരമായ ഒരു വിവക്ഷയാണ് നമുക്കുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത മറ്റുള്ളവരെക്കാൾ ദൈവം അവനെ ഉയർത്തിയെന്നോ മറ്റുള്ളവർക്ക് നൽകാത്തത് പലതും ആ വ്യക്തിക്ക് നൽകിയെന്നോ ഒക്കെയാണ്. എന്നാൽ അതൊരു പുതിയ നിയമചിന്തയല്ല. നിങ്ങളെയോ എന്നെയോ മറ്റുള്ളവർക്ക് നൽകാത്ത പലതും നൽകി ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ നിയമചിന്തയല്ല. അത് ലോകപരമായ കാഴ്ചപ്പാടാണ്. ലോകത്തുള്ള എല്ലാവരും വ്യത്യസ്തരാകുവാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരായി. ഒരു ലോക മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുക എന്ന് അവൻ ചിന്തിക്കുന്നത് അവൻ്റെ കൂട്ടുകാരെക്കാൾ സമകാലീനരായിട്ടുള്ള വ്യക്തികളെക്കാൾ സാമ്പത്തികമായും ഭൗതികമായും അധികാരപരമായി കുടുംബപരമായി എല്ലാം ഉയർച്ചയുള്ളൊരു വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നൊരു ചിന്തയുണ്ട്. അത് ലോകത്തിൻ്റെ ചിന്തയാണ്. എന്നാൽ ദൈവവചന പ്രകാരം ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റുള്ളവർക്കില്ലാത്തത് ചിലത് അവൻ്റെ കരത്തിലുള്ളത് കൊണ്ടല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളത് അവൻ്റെ കരത്തിൽ ദൈവം നൽകുന്നതിലൂടെ. ഇതാണ് ദൈവവചന പ്രകാരമുള്ള അനുഗ്രഹം. മറ്റു പലർക്കും നൽകാത്തത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് മറ്റു പലർക്കും കൊടുക്കേണ്ടത്, അവർക്ക് പങ്കുവെക്കേണ്ടത് എൻ്റെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അത് പകുത്തു കൊടുക്കുന്നതിലൂടെ എൻ്റെ അടുക്കൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു, അവർ തണുപ്പിക്കപ്പെടുന്നു, അവർ ആശ്വസിപ്പിക്കപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ കാര്യവിചാരകത്വം. ഇങ്ങനെ കാര്യവിചാരകന്മാരായിരിക്കുന്നവർ മാത്രമാണ് ഉയരത്തിൽ നിക്ഷേപിക്കുന്നത്. അപ്പോസ്തലന്മാരത് ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 34-ാം വാക്യം വായിച്ചാൽ യഹൂദനെ സംബന്ധിച്ച് ഒരിക്കലും അവർ ചെയ്യാത്തൊരു കാര്യമാണ് രക്ഷിക്കപ്പെട്ട വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ആ പ്രിയപ്പെട്ടവർ ചെയ്തത്. അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്: നിലങ്ങളുടെയോ വീടുകളിലെയോ ഉടമസ്ഥരായിരുന്നവരൊക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ഒരു പ്രകടനം അവിടെ കാണുന്നു. കേവലം പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക മാത്രമല്ല, ഭൂമിയിൽ തങ്ങൾക്ക് ഇനി ഒന്നുമില്ല, ഉള്ളതൊക്കെയും ദൈവരാജ്യത്തിൻ്റെതാണെന്ന് അവർ സമ്മതിക്കുകയാണ്. ഇനിയും തങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതമില്ലെന്നും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരെ കരുതുവാനും അവരെ സഹായിക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവസരമാണ് ഇനിയുള്ള ശിഷ്ടകാല ജീവിതമെന്നും അവർ തിരിച്ചറിയുക. അവരവരുടെ വീടുകളെയോ നിലങ്ങളെയോ ഒക്കെ വിറ്റ് അതിൻ്റെ വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചത് ഒരിക്കലും ഒരു ഔദാര്യമായിട്ടല്ല, അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. വാസ്തവത്തിൽ അതിലൂടെ അവർ ശുശ്രൂഷക്കാരായി മാറുകയാണ്. ആവശ്യത്തിലുള്ളവരെ ശുശ്രൂഷിക്കുന്ന, ദരിദ്രരായവരെ ശുശ്രൂഷിക്കുന്ന, തങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ഭക്ഷണമില്ലാതെയോ വസ്ത്രമില്ലാതെയോ മറ്റാവശ്യങ്ങളുള്ളവരായിട്ടുള്ളവരെയോ അവരെയെല്ലാം കൈത്താങ്ങുന്ന ഒരു ശുശ്രൂഷ മനോഭാവം.
ഇപ്പം ക്രിസ്തീയതയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിച്ച ചില സ്ത്രീകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് അഥവാ സമ്പത്ത് കൊണ്ട് ദൈവരാജ്യത്തെ, ദൈവവേലയെ, കൂട്ടു സഹോദരങ്ങളെ, സഹവിശ്വാസികളെയൊക്കെ ശുശ്രൂഷിക്കുന്നവർ അവർ സ്വർഗീയമായി വളരെയേറെ നിക്ഷേപിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21-ാം വാക്യം വരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിക്കൊള്ളൂ. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. നിങ്ങളിതിന്ന് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? അഥവാ നിങ്ങളുടെ ഹൃദയം എവിടെയാണ്? ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേടിയില്ല എന്നുള്ളതാണോ നിങ്ങളെ എപ്പോഴും ഒരു മ്ലാന വദനരാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ചിന്താകുലരാക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം നാളുകളായി ഭൂമിയിൽ ഒന്നും നേടിയിട്ടില്ല, ഒന്നുകിൽ ഒരു വീട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ല ജോലിയില്ല, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒന്നും ചരിച്ചില്ല. ഇതൊക്കെയാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്? അതോ ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ദിവസങ്ങളും വർഷങ്ങളും പിന്നിട്ടിട്ട് എൻ്റെ നിത്യജീവങ്കിലേക്ക് ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, ഒരു നിക്ഷേപം എനിക്കാ ഞാൻ കരുതിയിട്ടില്ല എന്നുള്ളതാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്? ഇനിയും നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയുള്ളതാണ്? ബൈബിൾ അസന്ദിഗ്ധമായിട്ട് ഓർപ്പിക്കുന്ന കാര്യമാണ്, നാം ക്രിസ്തുവിലായാൽ പിന്നത്തേതിൽ നാം അധ്വാനിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി മാത്രമാണ്. അതെ, നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നാം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിനും അതിൻ്റെ വ്യാപ്തിക്കും വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. അതിൻ്റെ സ്വർഗീയ പ്രതിഫലം കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മെ വിചിന്തനം ചെയ്യാം. ഈ ദൈവവചന ചിന്തകളെല്ലാം നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഉൾക്കണ്ണ് തുറന്ന് നാം നമ്മെ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം എവിടെയാണ്. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് ജാഗരിക്കുന്നത്? നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് ഞരങ്ങുന്നത്? ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടും ദൈവവചനത്തോടുമൊപ്പം നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ ശിഷ്ട ആയുസ്സിൽ അങ്ങ് വരുന്നത് വരെ ഞങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നെങ്കിൽ സ്വർഗീയമായതിനെ നിക്ഷേപിക്കുവാനും നിത്യജീവെങ്കിൽ വലിയൊരു വിളവ് കൊയ്തെടുക്കുവാനുമായി ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുവാനും കർത്താവിൻ്റെ നാമത്തിൽ നിൽപ്പാനും നമ്മെ ഒരുക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണ് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നന്ദി. ഞങ്ങൾ ഈ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ ഇതുവരെയും ഞങ്ങൾ കടന്നു പോകുന്ന, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കരുതി വച്ചിരിക്കുന്ന ആ നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുവാൻ ഞങ്ങൾ മറന്നുപോയെങ്കിൽ ഇന്നു മുതൽ അത് ഉത്സാഹത്തോടെ ചെയ്യുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് തിരുകൃപയിൽ ആശ്രയിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. മറ്റൊരു ചിന്തയുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.